മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 19ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 19ാമത്തെ ദിവസം എന്താണ് ആ പ്രാക്ടീസ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 19ാമത്തെ ദിവസം നമ്മളോട് പറയുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു മാജിക് പ്രാക്ടീസ് തന്നെയാണ്. മാന്ത്രിക ചുവടുകൾ. എങ്ങനെ നമ്മുടെ കാൽവെപ്പുകൾ, ഓരോ കാൽപാദം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കും തോറും എങ്ങനെ നമ്മൾ അതിനെ മാജിക്കലി നമ്മളെ ലൈഫിലേക്ക് ക്രിയേറ്റ് ചെയ്യാം ആ ചുവടുകളെ എന്നുള്ളതാണ് ഇന്നത്തെ ഡേ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുണ്ട്, എൻ്റെ ആന്തരികവും ബാഹ്യവുമായ ജീവിതം ജീവിക്കുന്നതിന് മരിച്ചവരോ അല്ലെ മറ്റനേകം ആളുകളുടെ പ്രയത്നം ആശ്രയിച്ചിരിക്കുന്നു എന്ന്. ദിവസത്തിൽ ഒരു 100 തവണയെങ്കിലും ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതും അതേ അളവിൽ നൽകേണ്ടതിന് ഞാൻ നന്നായി അധ്വാനിക്കാറുമുണ്ട് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാറുണ്ട്. ഇതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 100 തവണയെങ്കിലും ഒരു ദിവസം നന്ദി വാക്കുകൾ ഓർക്കാറുണ്ടെന്നും അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിക്കാറുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു 100 മാന്ത്രിക ചുവടുകളാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ നൽകാൻ പോകുന്നത്. റോണ്ട ബേൺ ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്, ഈ ഒരു മാന്ത്രിക പരിശീലനം നമുക്ക് ഏതൊരു അവസ്ഥയിലും യൂസ് ചെയ്യാം. ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് പോകുമ്പോഴോ, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ കാറ് പാർക്ക് ചെയ്ത് കാറിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കാർ ഷെഡിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു സമയത്തോ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ പുറത്തോട്ട് ഒരു ടൗണിലേക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്തോ, ഏത് നിമിഷത്തിലായിക്കോട്ടെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് 100 തവണ നന്ദി പറയുന്നത് എന്നുള്ളത്, നമ്മൾ ഓരോ കാൽപാദം ചുവടുകൾ എടുത്തു വെക്കുമ്പോഴും താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന് നിങ്ങൾ പറയുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഒരു നടക്കുന്നത്, ആ ഇതിലേക്ക് എത്താൻ ഈസി ആവും. അതിന് മുമ്പേ നിങ്ങൾക്ക് ഉണ്ടായ ഫീലിങ്ങും ഈ താങ്ക് യു പറഞ്ഞ് നിങ്ങൾ അവിടെ എത്തിയിട്ട് ഉണ്ടാവുന്ന നിങ്ങളുടെ ഫീലിങ്ങും ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, ഏകദേശം 1 മിനിറ്റ് ടൈമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, താങ്ക് യു 100 തവണ എന്ന് പറയുമ്പോൾ 90 സെക്കൻഡ് ആണ്, 90 സെക്കൻഡ് ആണ് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് നമ്മൾ ഒരു കാൽച്ചുവട് വെക്കുന്നതിനുള്ള ടൈം പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാലെടുത്ത് വെക്കുമ്പോൾ 1 2 3 എണ്ണുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങളെ എണ്ണത്തിലേക്കായിരിക്കും ശ്രദ്ധ ഉണ്ടാവുക. അതേസമയം ഏകദേശം 1 മിനിറ്റ് കണക്കാക്കി നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു വാക്കിംഗ്, ഇനി ഒന്നും വേണ്ട, നിങ്ങൾ ഭയങ്കര ടെൻഷൻ, എന്തോ മനസ്സ് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, റിലാക്സ് ചെയ്തിട്ട് പതുക്കെ നിങ്ങളെ മുറ്റത്ത് കൂടിയോ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടുന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 1 മിനിറ്റ് ഒന്ന് വാക്ക് ചെയ്താൽ മതി. 1 മിനിറ്റ് അഥവാ 90 സെക്കൻഡ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വാക്ക് ചെയ്താൽ മതി. താങ്ക് യു പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഫീലിംഗ് എന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്കിത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എനർജി ഫീലിംഗ് ആയിരിക്കും. നമ്മൾ ഒരു ഡീലിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെയിൽസ് ക്ലോസിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും ഒരു ഡീൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് നന്ദി വാക്ക് പറഞ്ഞു, അപ്പൊ അവിടെ എത്തുമ്പോൾ നമ്മളെ എനർജി വൈബ്രേഷൻ മാറും, നമ്മളെ ഫീലിങ്സ് മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റിവിറ്റി കിട്ടും. അവിടുന്ന് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എവിടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡ്രൈവ് ചെയ്ത് ഒരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ബസ്സിലിരുന്ന് നിങ്ങൾ ഒരു യാത്ര പോവുകയാണ്, ആ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എക്സാമിനേഷൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾ ഫുൾ ഓഫ് ടൈമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് താങ്ക് യു പറയാം. എക്സാം ഹാളിലേക്ക് കയറുന്ന ആ ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ ഫുൾ ഓഫ് ടൈമിന് മുമ്പേ എക്സാം ഹാളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ മൈൻഡ്ഫുൾ ആക്കാനും ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാനും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഭയങ്കര പവർഫുൾ ആയിട്ട്, നമ്മൾ ഭയങ്കര എനർജി ലോ ആവുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ആ താങ്ക് യു നന്ദി എന്ന് മനസ്സിനോട് വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ എന്തിനെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളെ വൈബ്രേഷൻ ഇങ്ങനെ വേരി ചെയ്യുന്നത് നാം മനസ്സിലാക്കും. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ടൈം എടുത്ത് ഇതൊന്ന് ചെയ്ത് നോക്കുക.
അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. സിമ്പിൾ പ്രാക്ടീസ് ആണ്. ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. നിങ്ങളെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡീലിങ്സിന്, എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് പറ്റാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്ന് അപ്പ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നത്. ഏർലി മോർണിംഗ് ഒരു വാക്കിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിംഗ് എന്നൊക്കെ പറയൂലേ, ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നമുക്ക് ദൈവം 86,400 സെക്കൻഡുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, 86,400 സെക്കൻഡുകൾ ഒരു ദിവസം നമുക്ക് സമ്മാനമായിട്ട് തന്നിട്ട് അതിൽ 90 സെക്കൻഡേ ചോദിക്കുന്നുള്ളൂ. എന്തിന്? നന്ദി പറയാൻ വേണ്ടിയിട്ട്, അല്ലെ? 90 സെക്കൻഡ് മാത്രമേ ചോദിക്കുന്നുള്ളൂ നന്ദി പറയാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഒരു സെക്കൻഡിൽ ഒരു നന്ദി പറഞ്ഞാലും മതി. മനസ്സിലായോ? അത്രയും ഗ്രേറ്റ്ഫുൾ ആവുക. ആ ഒരു 86,400 സെക്കൻഡുകൾക്ക് തന്നെ നന്ദി പറയാന്ന് പറയുമ്പോൾ എത്ര പവർഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷത്തിനും ഓരോ കാര്യത്തിനും നിങ്ങൾ നന്ദിയുള്ളവരാവുക. നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നൽകുന്ന ഓരോ ദിവസവും ഞാൻ പറയുന്നതിന്റെ കാര്യം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ ലൈഫിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് പ്രാക്ടീസും കറക്റ്റ് ഗൈഡൻസും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ക്ലബിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നേരെ പോകാത്തായ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ നമ്മളെ ലെവൽ 1 ലെവൽ 2 ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു.